ജിക്സ് കിക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നല്ലൊരു യൂസ്ഡ് സ്കൂട്ടർ എങ്ങനെ നോക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത്. നമ്മളൊരു സ്കൂട്ടർ നോക്കാൻ പോകുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 1 ബോഡി പാർട്ട്, 2 എഞ്ചിൻ പാർട്ട്, 3 ഹാൻഡിൽ പാർട്ട്, 4 ഷോക്ക് അബ്സോർബർ, 5 വാഹനത്തിന്റെ ടയർ കണ്ടീഷൻ, 6 വാഹനത്തിന്റെ രേഖകൾ. ഇത്രയും കാര്യങ്ങൾ ഒരു വാഹനം നോക്കാൻ പോകുമ്പോൾ തീർച്ചയായും നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളാണ്. വാഹനത്തിന്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വാഹനത്തിന്റെ എഞ്ചിൻ നമ്പറും ചേസിസ് നമ്പറും RC ബുക്കിൽ രേഖപ്പെടുത്തിയത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. പലപ്പോഴും സിംഗിൾ ഓണർ ആണെന്ന് പറഞ്ഞു വിൽക്കുന്ന വാഹനങ്ങൾ സിംഗിൾ ഓണർ തന്നെ ആവണമെന്നില്ല. അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ കയറി വാഹനത്തിന്റെ ഡീറ്റെയിൽസ് എടുത്ത് വാഹനം സിംഗിൾ ഓണർ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഞാനിന്നിവിടെ ടെസ്റ്റ് ചെയ്യാനെടുത്തിരിക്കുന്നത് 2017 മോഡൽ ഹോണ്ട ഡിയോ ആണ്. ഒരു യൂസ്ഡ് സ്കൂട്ടർ ആണെങ്കിൽ കൂടി മികച്ച ഒന്ന് എങ്ങനെ നോക്കി വാങ്ങാം എന്നുള്ളതിലേക്ക് നമുക്ക് കിടക്കാം. നമ്മളൊരു യൂസ്ഡ് സ്കൂട്ടർ നോക്കാൻ ചെല്ലുമ്പോൾ ആ വാഹനത്തിന്റെ ഓവറോൾ ലുക്കാണ് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്. ബോഡി പാർട്ടിൽ പ്രധാനമായും പെയിന്റിങ്ങുകളോ മറ്റോ പോയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാര്യമായ മറിഞ്ഞുചാട്ടം വാഹനത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് വാഹനത്തിന്റെ പോറലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വാഹനത്തിന്റെ ബോഡി പാർട്ട് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ വാഹനം എവിടെയെങ്കിലും മറിഞ്ഞിട്ടുണ്ടോ, വാഹനത്തിന്റെ പാർട്സുകൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ, റീപെയിന്റുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാര്യമായ തകരാറുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ വാഹനത്തിന്റെ ഓരോരോ പാർട്ടുകളായി തട്ടി നോക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഒച്ചകളോ ഏതെങ്കിലും തരത്തിലുള്ള ഒച്ച വ്യത്യാസങ്ങളോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഫൈബർ പാർട്ടിന്റെ ഉള്ളിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒച്ച വ്യത്യാസം കേൾക്കുന്നതായിരിക്കും. വലിയ ഒച്ചകളും മറ്റും ഇല്ല എങ്കിൽ വാഹനത്തിന്റെ ഇന്റീരിയറിലുള്ള സ്ക്രൂ പാർട്ടുകൾ ചെക്ക് ചെയ്യുക. പലവട്ടം അഴിച്ചതിൻ്റെതായ എന്തെങ്കിലും സയൻസ് സ്ക്രൂകളിൽ ഉണ്ടോ എന്നും വേറെ തരത്തിലുള്ള സ്ക്രൂകൾ ഇതിൽ ഇട്ടിട്ടുണ്ടോ എന്നും ചെക്ക് ചെയ്യുക. അത്തരത്തിൽ വേറെ രീതിയിലുള്ള സ്ക്രൂകൾ ഇട്ടിട്ടുണ്ടെങ്കിലും പലവട്ടം അഴിച്ചിട്ടുള്ളതിന്റെ പാടുകൾ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് കിറ്റ് പലവട്ടം അഴിച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കാം. മാറ്റുകളുടെ കീഴ്വശം മികച്ചതാണോ എന്ന് പരിശോധിക്കുക. വാഹനത്തിന്റെ കീഴ്ഭാഗം പരിശോധിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള തുരുമ്പുകളോ മറ്റോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്യുക. സീറ്റിന്റെ കീഴ്ഭാഗവും ബൂട്ടും ചെക്ക് ചെയ്യുക. വാഹനത്തിന്റെ ടാങ്ക് തുറന്നതിന് ശേഷം വാഹനത്തിന്റെ ടാങ്കിൽ തുരുമ്പുകളൊന്നും കയറിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ഒരു സ്കൂട്ടറിന്റെ ഹാൻഡിൽ എങ്ങനെ പരിശോധിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഹാൻഡിലിന്റെ സ്ഥാനം നേരെയാണ് എന്ന് ഉറപ്പുവരുത്തുക. വളവുകളില്ല എന്ന് ഉറപ്പുവരുത്തുക. വാഹനത്തിന്റെ ഇരു സൈഡിലേക്കുമുള്ള ഒടി ഏകദേശം കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തുക. തുടർന്ന് ബ്രേക്ക് പിടിച്ചതിന് ശേഷം വാഹനത്തിന്റെ ഹാൻഡിൽ മുന്നോട്ടും പിന്നോട്ടും ഇളക്കി നോക്കുക. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഹാൻഡിൽ ഇളകുന്നതായിരിക്കും. മികച്ച ഒരു സ്കൂട്ടറിന്റെ ഹാൻഡിൽ ഒരു കാരണവശാലും ഇളകുന്നതായിരിക്കില്ല. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈന്റുകൾ ഹാൻഡിലുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആ വാഹനം വാങ്ങാതിരിക്കുന്നതാണ് ഉത്തമം. നമ്മളൊരു വാഹനം നോക്കാൻ പോകുമ്പോൾ എപ്പോഴും പകൽ വെളിച്ചത്തിൽ പോകുന്നതാണ് ഏറ്റവും ഉത്തമം.
അതും രാവിലെ തന്നെയാണ് എങ്കിൽ ഏറ്റവും നല്ലത്. എഞ്ചിന്റെ കോൾഡ് സ്റ്റാർട്ടിംഗ് കംപ്ലൈന്റ് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലത് രാവിലെ തന്നെ പോവുകയാണ്. വാഹനത്തിന്റെ സെൽഫ് പരിശോധിക്കുക. ബാറ്ററിയുടെ കണ്ടീഷൻ അതിൽ നിന്നും മനസ്സിലാക്കാം. സെൽഫ് അടിക്കുമ്പോൾ കോൾഡ് സ്റ്റാർട്ടിംഗ് കൂടി ചെക്ക് ചെയ്യുക. വാഹനത്തിന്റെ എഞ്ചിൻ തണുത്തിരിക്കുമ്പോഴും വാഹനം ഓടി എഞ്ചിൻ ചൂടായിരിക്കുമ്പോഴും വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന സമയവ്യത്യാസം വ്യത്യസ്തമാണ്. അതുകൊണ്ട് കോൾഡ് സ്റ്റാർട്ടിംഗ് മനസ്സിലാക്കുന്നതിനായി രാവിലെ തന്നെ വാഹനം നോക്കാൻ പോകുന്നതാണ് എപ്പോഴും നല്ലത്. കോൾഡ് സ്റ്റാർട്ടിംഗ് പരിഹരിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെ ആയതുകൊണ്ട് കോൾഡ് സ്റ്റാർട്ടിംഗ് കംപ്ലൈന്റുകൾ ഇല്ലാത്തൊരു വാഹനം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. വാഹനത്തിന്റെ എഞ്ചിൻ ചെക്ക് ചെയ്യുമ്പോൾ വാഹനത്തിന്റെ എഞ്ചിനിൽ നിന്നും സൗണ്ടുകളും വ്യത്യസ്ത രീതിയിലുള്ള സൗണ്ടുകൾ കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഓയിൽ പാനുകളുടെ സീലുകളൊന്നും പൊട്ടിയിട്ടില്ല എന്നും ഓയിലുകൾ പുറത്തേക്ക് അടിക്കുന്നില്ല എന്നും ചെക്ക് ചെയ്യാം. എഞ്ചിന്റെ റണ്ണിംഗ് സൗണ്ട് ശ്രദ്ധിക്കുക. ഓയിൽ ഡീപ് സ്റ്റിക്ക് ഊരി പരിശോധിക്കാവുന്നതാണ്. എഞ്ചിൻ കമ്പോണന്റ്സിന്റെ ഭാഗത്തു നിന്നും ലീക്കേജുകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. ബ്രേക്ക് അമർത്തിക്കൊണ്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വാഹനത്തിൽ നിന്നും പുക പുറത്തേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ഒരു പെട്രോൾ എഞ്ചിനിൽ നിന്നും ഒരു കാരണവശാലും പുക പുറത്തേക്ക് വരില്ല. അത്തരത്തിൽ പുക പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ആ എഞ്ചിൻ നല്ലതല്ല എന്നാണ് അതിന്റെ അർത്ഥം. വാഹനത്തിന്റെ എഞ്ചിന്റെ സൗണ്ട് ശ്രദ്ധിക്കുക. വാഹനത്തിന്റെ റണ്ണിംഗ് ശ്രദ്ധിച്ചതിന് ശേഷം ബ്രേക്ക് അമർത്തിക്കൊണ്ട് ആക്സിലേറ്റർ കൊടുക്കുക. വാഹനത്തിന്റെ സൈലൻസറിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പുക പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സൈലൻസറിന്റെ അകം വൃത്തിയാണ് എന്ന് ഉറപ്പുവരുത്തുക. ഏതെങ്കിലും തരത്തിലുള്ള നനഞ്ഞ ദ്രാവകങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വാഹനത്തിന്റെ കിക്കർ സ്റ്റാർട്ടിംഗ് പരിശോധിക്കുക. കിക്കറിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എഞ്ചിൻ ഭാഗം പൂർണ്ണമായും ഇളക്കി നോക്കുക. മൗണ്ടിങ്ങൾക്ക് മറ്റും എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ഈ ടെസ്റ്റ് സഹായിക്കും. 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനുകളിൽ നിന്നും പുക വരുന്നത് സർവ്വസാധാരണമാണ്. എന്നാൽ 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ നിന്നും ഒരു കാരണവശാലും പുക പുറത്തേക്ക് വരില്ല. ഷോക്ക് ഒബ്സോർബറുകൾക്ക് കംപ്ലൈന്റുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ചെയ്തു നോക്കാൻ കഴിയുന്ന ഒരു ടെസ്റ്റാണ് ജമ്പിംഗ് ടെസ്റ്റ്. ഫ്രണ്ടിലെ ബ്രേക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം വാഹനം മുന്നോട്ടും പിന്നോട്ടും ആക്കുക. അപ്പോൾ വാഹനത്തിന്റെ ഷോക്ക് വർക്ക് ചെയ്യുന്നതാണ്. അത്തരത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഷോക്കിൽ ഒരു തരത്തിലുള്ള ഇടികളും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം പിന്നിലേക്ക് മാറിയിരുന്നതുകൊണ്ട് ജമ്പ് ചെയ്യുക. അപ്പോൾ ബാക്കിലെ ഷോക്ക് വർക്കാവുന്നതാണ്. ഒരു തരത്തിലുള്ള ഇടികളും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഇത്തരത്തിൽ വാഹനത്തിന്റെ 2 ഷോക്കുകളും ചെക്ക് ചെയ്യാവുന്നതാണ്. ഷോക്ക് ഒബ്സോർബറുകൾ ലീക്കേജുകളില്ല എന്നും ഡ്രൈ ആണ് എന്നും ഉറപ്പുവരുത്തുക. വാഹനം സ്റ്റാൻഡിൽ കയറ്റി വെച്ചതിന് ശേഷം വാഹനത്തിന്റെ ടയറുകൾ കറക്കി നോക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക് പൊളച്ചിലുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഈ ടെസ്റ്റ് നിങ്ങളെ സഹായിക്കും. ടയറിന്റെ റൊട്ടേഷൻ കൃത്യമായി റൗണ്ടിലാണെന്നും പൊളച്ചിലുകളില്ല എന്നും ഉറപ്പുവരുത്തുക. മുന്നിലെ ടയറും ഇതുപോലെ ആവർത്തിക്കുക. വാഹനത്തിന്റെ പിന്നിലെ ടയർ ഇളക്കി നോക്കുക. ഏതെങ്കിലും തരത്തിൽ ഇളക്കങ്ങളോ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. വാഹനത്തിന്റെ ടയർ കറക്കി നോക്കുക. ബ്രേക്ക് പാഡുകൾ പിടിച്ചു കിടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനായി ഇത് സഹായിക്കും. ബ്രേക്ക് പാഡുകളുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. പുതിയ ബ്രേക്ക് പാഡ് ആണെങ്കിൽ കിച്ചിന്റെ സ്ഥാനം ഇവിടെയായിരിക്കും. ഇതിപ്പോൾ ബ്രേക്ക് പാഡ് തീരാറായി എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വാഹനത്തിന്റെ ഇലക്ട്രിക് കോമ്പോണന്റ്സ് പരിശോധിക്കുക. വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ് തുടങ്ങിയവ പ്രവർത്തന സജ്ജമാണ് എന്ന് ഉറപ്പുവരുത്തുക. ഹോൺ വർക്കിംഗ് കണ്ടീഷനിലാണ് എന്ന് ചെക്ക് ചെയ്യുക. ഇൻഡിക്കേറ്റേഴ്സ് ചെക്ക് ചെയ്യുക.
ഷോക്കുകൾ പരിശോധിക്കുക. ചാർജിംഗ് പോർട്ടുള്ള വാഹനമാണെങ്കിൽ ചാർജർ കുത്തിനോക്കി വർക്കിംഗ് കണ്ടീഷനാണെന്ന് ഉറപ്പുവരുത്തുക. ഒരു വാഹനത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ് ബാറ്ററി. ബാറ്ററി പുതിയതാണ് എന്ന് പറയുകയാണെങ്കിൽ ബാറ്ററിയുടെ വാറണ്ടി കാർഡ് ആവശ്യപ്പെടുക. ആ വാറണ്ടി കാർഡിൽ അത് വാങ്ങിയ തീയതി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും. വാറണ്ടി കഴിയാത്ത ഒരു വാഹനത്തിന്റെ ബാറ്ററിക്ക് കംപ്ലൈന്റ് വന്നാൽ ആ വാഹനത്തിന്റെ ബാറ്ററി കമ്പനിയിൽ നിന്നും മാറി തരുന്നതാണ്. അതുകൊണ്ട് വാറണ്ടി കാർഡ് തീർച്ചയായും ചോദിച്ചു വാങ്ങാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് എങ്കിൽ വാഹനം നിങ്ങൾ കുറച്ചു ദൂരം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു നോക്കാം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ ഹാൻഡിൽ ബാറുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലൈന്റുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ഒരു 45-നും 50-നും അല്ലെങ്കിൽ ഒരു 55-നും ഇടയിലുള്ള സ്പീഡിൽ പോയതിനു ശേഷം ഹാൻഡിലിൽ നിന്നും ചെറുതായി ഒന്ന് കൈയെടുത്ത് നോക്കുക. വാഹനം ഏതെങ്കിലും സൈഡിലേക്ക് വലിഞ്ഞു പോകുന്നത് പോലെയോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ബാറുകൾക്ക് കംപ്ലൈന്റുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. സ്കൂട്ടർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഗട്ട് റോഡുകളിലൂടെ ഓടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഗട്ട് റോഡുകളിലൂടെ ഓടിക്കുമ്പോൾ വാഹനത്തിന്റെ ഷോക്കുകൾ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഒരു തരത്തിലുള്ള ഇടികളും മറ്റും ഷോക്കിന്റെ ഭാഗത്തുനിന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബോഡി പാർട്ടുകളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒച്ചകളോ വൈബ്രേഷൻസോ ഉണ്ടാകുന്നുണ്ടോ എന്ന്. നിങ്ങളൊരു വാഹനം നോക്കാൻ പോകുമ്പോൾ ഒരു സെയിൽ എഗ്രിമെന്റ് നിങ്ങളുടെ കയ്യിൽ കരുതുക. നിങ്ങളൊരു വാഹനം വാങ്ങുമ്പോൾ സെയിൽ എഗ്രിമെന്റ് നിർബന്ധമായും എഴുതുക. ഒരു വാഹനം CC ഇട്ടാണ് വാങ്ങുന്നതെങ്കിൽ ആ വാഹനത്തിന് CC നൽകുന്നവരുമായി ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ലോൺ നൽകിയവരുടെ ഡീറ്റെയിൽസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കും. നിങ്ങളൊരു വാഹനം വാങ്ങുമ്പോൾ അതിന്റെ RC മാറ്റി നിങ്ങളുടെ പേരിലേക്ക് ആക്കുന്നതിന് മുന്നേ ആ വാഹനത്തുമായി ഹൈപ്പോത്തിക്കേഷൻ ഉള്ളവരുടെ അടുത്ത് ചെന്ന് അതിന്റെ ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്ത് അവർ നൽകുന്ന NOCയുമായി RT ഓഫീസിൽ ചെന്ന് ഹൈപ്പോത്തിക്കേഷൻ നിങ്ങളുടെ RC ബുക്കിൽ ക്യാൻസൽ ചെയ്യുക. അതുപോലെ വാഹനം വിൽക്കുന്നവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വാഹനത്തിന്റെ RC ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. കഴിയുമെങ്കിൽ നിങ്ങൾ തന്നെ RC ചേഞ്ച് ചെയ്ത് കൊടുക്കുക. മോട്ടോർ വാഹന വകുപ്പിന്റെ സൈറ്റിൽ കയറിയതിനു ശേഷം വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നൽകിയാൽ ആ വാഹനം ആരുടെ പേരിലാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വാഹനം വിറ്റ് ഒരു മാസത്തിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ കയറി വാഹനത്തിന്റെ ഡീറ്റെയിൽസ് കൊടുത്ത് ആ വാഹനം തന്റെ പേരിൽ നിന്നും മാറ്റിയെന്ന് ഉറപ്പുവരുത്തുക. അത്തരത്തിൽ മാറ്റിയില്ലെങ്കിൽ വിറ്റയാളെ വീണ്ടും കോൺടാക്ട് ചെയ്ത് അത് മാറ്റാൻ കൃത്യമായി ആവശ്യപ്പെടുക. ഈ വിവരങ്ങളെല്ലാം നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൈനിങ് ഓഫ് ജിക്സ് കിക്സ്. ബൈ.